Hello everyone, welcome back to my channel. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു അടിപൊളിയായിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെൻ്റെ പാപ്പാൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. അപ്പോൾ നമുക്ക് ഈ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 3 ടേബിൾ സ്പൂൺ കസ്കസ് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കുതിർന്നതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. 1/2 കപ്പ് തണ്ണീർമത്തൻ ചെറുതായി മുറിച്ചത്, 1/2 കപ്പ് ചെറിയ പഴം ചെറുതായി മുറിച്ചത്, 1/3 കപ്പ് ചിക്കു ചെറുതായി മുറിച്ചത്, 1/2 കപ്പ് ആപ്പിൾ ചെറുതായി മുറിച്ചത്, 1/3 കപ്പ് മാങ്ങ ചെറുതായി മുറിച്ചത്. ഇനി നമുക്കിതിനെ മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിംഗ് ജാറിലേക്ക് 3 ഏലക്ക, 1 കപ്പ് പഞ്ചസാര, 4 ടേബിൾ സ്പൂൺ വിംടോ, 2 കപ്പ് വെള്ളം, എല്ലാം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങളെടുത്ത് വിംടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മിക്സ്ഡ് ഫ്രൂട്ടിൻ്റെ സിറപ്പ് ഒഴിച്ചാലും മതിയാവും. ഇനി ഇതിനെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഫ്രൂട്ട്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെ അരച്ചെടുക്കണം, കാരണം നമ്മൾ ഏലക്കായിൻ്റെ ചൂളി ഇതിലുണ്ടാവും. ഇനി ഇതിനെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ജ്യൂസിങ് ജാർ എടുത്ത് ഇതിലേക്ക് 2 കപ്പ് കട്ടയാക്കിയ പാലൊഴിച്ച് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ മിക്സ്ചറിലേക്ക് ബ്ലെൻഡ് ചെയ്ത പാല് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യാം. എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കശുവണ്ടി ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് തന്നെ കമൻറ്റ് സെക്ഷനിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരേക്കും ഗുഡ് ബൈ.